സ്മൃതി, ബഹ്റൈനിലെ അഹമ്മദ് ടൗണിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ തുടരുന്ന അതിശൈത്യം മൂലമുണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബഹ്റൈനിലെ അഹമ്മദ് ടൗണിൽ മലയാളികൾ 5 പേരാണ് ഒരു റൂമിൽ താമസിച്ചിരുന്നത്. കൊടും ശൈത്യം മൂലം ഇവർ റൂമിൽ വിറക് ഇട്ട് ചെറിയ തോതിൽ തീ കായുകയായിരുന്നു. ആ തീ പൂർണ്ണമായും അണയ്ക്കാതെയാണ് ഇവർ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നത്. ഈ തീ കത്തുകയും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പുക റൂം മുഴുവൻ നിറയുകയും ഇങ്ങനെ റൂമിൽ പെട്ട ഇവർ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ലാലു ആണ് മരിച്ചവരിൽ ഒരാളെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശി ബാബു, നകുലൻ, പ്രിയേഷ്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 3 പേർ. ഇങ്ങനെ കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ നിന്നായി 4 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തൃശൂർ ജില്ലയിൽ നിന്നും ഉള്ള ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ശ്വാസം മുട്ടിയതിനെ തുടർന്നുള്ള സംഭവങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള സുനിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ ഇന്നലെ, ബഹ്റൈൻ മേഖലയിൽ ഇന്നലെ 10 ഡിഗ്രി വരെ ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊടും തണുപ്പ് മൂലം ഇവർ തീയിട്ട് കായുന്ന സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് തന്നെയാണ് ദുരന്തത്തിന് കാരണം എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. സ്മൃതി. സുരേഷ് വെള്ളിമുറ്റമാണ് ദുബായിൽ നിന്ന് വാർത്ത നൽകിയത്. ബഹ്റൈനിൽ 4 മലയാളികൾ ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നു. തൃശൂർ സ്വദേശിയായ ലാലു, കോഴിക്കോട് വടകര സ്വദേശിയായ ബാബു, നകുലൻ, പ്രിയൻ എന്നിവരാണ്